നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. തകർപ്പൻ വിജയമാണ് ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നത്. 4-2 അവർ വിജയിച്ചു കയറുമ്പോൾ സൂപ്പർ താരം ഹാരി കെയ്ൻ്റെ വക ബ്രേസാണ് പിറന്നിരിക്കുന്നത്. ശേഷിക്കുന്ന ഗോളുകൾ ജൂഡ് ബെല്ലിംഗാമും മാർക്കസ് റാഷ്ഫോർഡുമാണ് നേടിയത്. മറുഭാഗത്ത് ക്രൊയേഷ്യയുടെ ഗോളുകൾ ബാറ്റൂരിനെയും പെറ്റോമോസയുമാണ് കണ്ടെത്തിയത്. ഒരു ഘട്ടത്തിൽ മത്സരം 2-2 സമനിലയായിരുന്നു. പക്ഷേ പിന്നീട് ബെല്ലിംഗാമും മാർക്കസ് റാഷ്ഫോർഡും ഗോളടിച്ചതോടെ കംഫർട്ടബിളായിട്ട് ഇംഗ്ലണ്ട് വിജയിച്ചു കയറുകയായിരുന്നു. മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ഹാരി കെയ്നും ആൻ്റണി ഗോർഡനും ജൂഡ് ബെല്ലിംഗാമും മഡൂക്കുമൊക്കെ ഒരുമിച്ചിറങ്ങി. മറുഭാഗത്ത് പെറ്റോമോസ, ബാറ്റൂരിന, പെസാലിച്ച് തുടങ്ങിയവർ മുന്നേറ്റങ്ങൾ നയിച്ചപ്പോൾ മധ്യനിരയിൽ പെരിസിച്ചും ലൂക്ക മോഡ്രിച്ചും സ്റ്റാനിസിച്ചും ഒക്കെ ഒരുമിച്ച് അണിനിരക്കുകയും ചെയ്തു. കളിയുടെ 12ാമത്തെ മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ച് കമ്മിറ്റ് ചെയ്ത പെനാൽറ്റി അത് ഗോളാക്കി മാറ്റിക്കൊണ്ട് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിച്ചു. എന്നാൽ 36ാമത്തെ മിനിറ്റിൽ ബാറ്റൂരിനയിലൂടെ ക്രൊയേഷ്യ ആ ഗോൾ മടക്കിയടിച്ചു. 42ാമത്തെ മിനിറ്റിലാണ് ഹാരി കെയ്ൻ വീണ്ടും ഇംഗ്ലണ്ടിന് ലീഡ് നേടിക്കൊടുത്തത്. പക്ഷേ പെറ്റോമോസ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഗോൾ മടക്കിയടിച്ച് ഇടവേള സമയത്ത് മത്സരം 2-2 സമനില. എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി. ജൂഡ് ബെല്ലിംഗാമിൻ്റെ വക രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ലീഡെടുത്തു. ഒടുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന മാർക്കസ് റാഷ്ഫോർഡും ഗോളടിച്ചതോടുകൂടി ഇംഗ്ലണ്ട് 4-2 ഗംഭീര വിജയം സ്വന്തമാക്കി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.